അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സുഖമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ. ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് നാസിലി റളിയല്ലാഹു അൻഹ പറഞ്ഞു തന്ന ഒരു അമലാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാലിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങളും ഒരുപാട് പേർക്ക് കിട്ടിയ നേട്ടങ്ങളുമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുകയും ചെയ്യുക. എനിക്ക് കിട്ടുന്ന നല്ല നല്ല അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിലൂടെ ഷെയർ ചെയ്യുന്നത്. ഒരുപാട് പേരുണ്ടാവും പല പല ആഗ്രഹങ്ങളും നിറവേറാനായിട്ട്. നമുക്ക് എന്തെങ്കിലും ഒരാവശ്യം നമുക്ക് നിറവേറാനുണ്ടാവും. എല്ലാം തികഞ്ഞവരായിട്ട് ആരും തന്നെ ദുനിയാവിലില്ല. സമ്പത്തുള്ളവർക്ക് ഒന്നെങ്കിൽ മക്കളുണ്ടാവില്ല, മക്കളുള്ളവർക്ക് സമ്പത്തുണ്ടാവില്ല, അല്ലെങ്കിൽ സമ്പത്തുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവും. എന്തെങ്കിലും നമുക്കൊരു ചെറിയൊരു പരീക്ഷണം ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും നമുക്ക് നേടാനുണ്ടാവും. എല്ലാം ഉള്ളവർക്ക് വീട് വേണമായിരിക്കും, സമ്പത്തുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവർ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഇതിനുള്ള ഫലം കിട്ടും. നമ്മുടെ സാമ്പത്തിക ഞെരുക്കം മാറിക്കിട്ടും. ഒരുപാട് പേർ കമൻറ്റിലൂടെയൊക്കെ പറയുന്നത് കാണാം, എൻ്റെ വീട് പണി തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി തറ കെട്ടിയിട്ടിട്ട് അല്ലെങ്കിൽ ചുമര് കെട്ടിയിട്ടിട്ട് വാർത്തിട്ടിട്ട് പണി കംപ്ലീറ്റ് ചെയ്യാനാവുന്നില്ല. ഒരുപാട് വർഷമായി, ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ സാമ്പത്തിക ശേഷി കാരണം നമുക്ക് ആ വീട് കംപ്ലീറ്റ് ചെയ്യാനാവുന്നില്ല, പൈസ ഇല്ലാത്ത കാരണം എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റിൽ ഇടുന്നത് കാണാം. അങ്ങനത്തെ ഉള്ളവർക്ക് ഈ ഒരു ടിപ്സ് ഉപയോഗിക്കാം. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഉപകാരപ്പെടും. ആദ്യം ഞാൻ പറയട്ടെ, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഉറച്ച വിശ്വാസം, നമുക്കതിനുള്ള പ്രതിഫലം കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യണം. എന്നാലേ നമുക്ക് പ്രതിഫലം കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ആത്മാർത്ഥമായിട്ട് തെറ്റില്ലാതെ നമ്മൾ അമലുകളൊക്കെ ഖുർആനൊക്കെ പാരായണം ചെയ്യണം. എന്നാലേ നമുക്കതിനുള്ള തക്കതായ പ്രതിഫലം കിട്ടുകയുള്ളൂ. അതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ വുളുവോട് കൂടി ഖിബ്ലക്ക് മുന്നിട്ട് അദബോട് കൂടി ചെല്ലണം. എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ നമ്മൾ താഴ്മയോട് കൂടി രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചിട്ട് അള്ളാഹുവിനോട് ചോദിക്കണം. കരഞ്ഞുകൊണ്ട് ചോദിക്കണം. കരയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കരയുക. കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരച്ചിൽ വരുമ്പോഴെങ്കിലും ആക്കിയിട്ട് നിങ്ങൾ ദുആ ചെയ്തോളൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും. അങ്ങനെ ചോദിച്ചാലേ നമുക്ക് ഫലം കിട്ടുകയുള്ളൂ. പുരപ്പണി തുടങ്ങി, എന്താണെന്നറിയില്ല, എന്തോ ഒരു തടസ്സം വഴിമുട്ടി നിൽക്കുന്നു. ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് ദുആ ഏൽപ്പിച്ച പലരെയും നമുക്ക് പരിചയമുണ്ട്. ജീവിത പ്രാരാബ്ദങ്ങളുടെ കൂരിക്കുയിൽ അകപ്പെട്ടവർക്ക് മഹാന്മാർ പറയുന്ന ചില നിർദ്ദേശങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. എന്നാൽ നമുക്ക് ഒരുപാട് മെച്ചമുണ്ടാവും. ഒരുപാട് അത്ഭുത ഫലങ്ങൾ കിട്ടുന്നു. ഏത് തരത്തിൽ ഓതിയാലും നമുക്ക് അത്ഭുത ഫലങ്ങൾ കിട്ടുന്ന വെറും ചെറിയ ഒരു സൂറത്താണ് അലം നശ്ർ സൂറത്ത്. ഇത് നിങ്ങൾ പതിവാക്കി ഓതുന്നവർക്ക് ജീവിത പ്രതിസന്ധികളിൽ നിന്ന് മോചനം കിട്ടുമെന്ന് ഇമാം നാസിലി റളിയല്ലാഹു അൻഹ അവരുടെ ഹസീനത്തുൽ അസ്റാറിലും ഇമാം ഗൈദറി തൻ്റെ ഫതുഹുൽ മലിക്കിൽ മജീദ് എന്ന ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഖാരിഅ പതിവാക്കുന്നവർക്ക് ഈ ഫലങ്ങളെല്ലാം സ്വായത്തമാക്കാൻ സാധിക്കുമെന്നും ഇമാം ഷർജി റളിയല്ലാഹു അൻഹുവും ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അലം നശ്റിൻ്റെ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് ബുദ്ധിമുട്ടുള്ളവർ അലം നശ്ർ പതിവാക്കി ഓതുക. അതുപോലെ 5 വക്ത് നിസ്കാര ശേഷം നിങ്ങൾ 40 വട്ടം ഓതിയിട്ട് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. സമ്പത്ത് നിങ്ങളെ തേടിയെത്തും. ഒരുപാട് ഫലമുള്ള ഈ ഒരു അലം നശ്ർ നിങ്ങൾക്ക് 7 ദിവസം വെച്ചിട്ട് 5 വക്ത് നിസ്കാര ശേഷം നിങ്ങൾ ഓതുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഒരു ദിവസം 313 അല്ലെ 113 നിയത്ത് വെച്ചിട്ട് അത് ചൊല്ലി തീർക്കുക. ദിവസം അങ്ങനെ ഒരാഴ്ച കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് വീണ്ടും ഒരാഴ്ച തുടങ്ങുക. അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളെ ആഗ്രഹം അള്ളാഹു കാണും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ദുആയിൽ എന്നെ ഉൾപ്പെടുത്തുക. അതുപോലെ നിങ്ങളെ എൻ്റെ ദുആയിലും ഉൾപ്പെടുത്തുന്നു ഇൻഷാ അല്ലാഹ്.